സീറോ മലബാർ സഭയ്ക്ക് പത്രിയാർക്കി സ്ഥാനം നൽകാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. കർദിനാൾമാരെയും മേജർ ആർച്ച് ബിഷപ്പുമാരെയും സ്ഥിരം സിനഡ് മെമ്പർമാരെയും വത്തിക്കാനിലേക്ക് വിളിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനത്തിൽ മാർപ്പാപ്പ ദുഃഖിതരാണെങ്കിലും ഒരു പടി കൂടി കടന്ന് പാത്രിയാർക്കീസ് പദവി നൽകി ആദരിക്കാനാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം. 2010 തന്നെ ഇതിനുള്ള തീരുമാനം പൗരസ്ത്യ കാര്യാലയം എടുത്തിരുന്നു. എന്നാൽ വിവിധ തരത്തിലുള്ള വിമത പ്രവർത്തനങ്ങൾ മൂലം ഇത് നീണ്ടുപോവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. മാർപ്പാപ്പയുടെ പരിഗണനയിൽ ആദ്യ പാത്രിയാർക്കീസ് ആയിട്ടുള്ളത് കർദിനാൾ ആലഞ്ചേരിയാണ്. എന്നാൽ നിലവിലുള്ള മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക. മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനം മാറുകയും അദ്ദേഹം സീറോ മലബാർ സഭയുടെ മെട്രോപൊളിറ്റൻ ബിഷപ്പായി തുടരുകയും ചെയ്യും. സീറോ മലബാർ സഭ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പാത്രിയാർക്കി സ്ഥാനം നൽകുന്നത്. തുടർന്ന് സഭയ്ക്ക് 3 സഹ ചുമതലക്കാർ കൂടിയുണ്ടാകും. ആഗോള സഭാ തലവനായി പാത്രിയാർക്കീസും സഭയുടെ അന്താരാഷ്ട്ര ലിറ്റർജിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ രണ്ടാമത്തെ കർദിനാളായ കൂവക്കാട്ടും കേരളത്തിലെ ഭരണം നിയന്ത്രിക്കാൻ നിലവിലെ മേജർ ആർച്ച് ബിഷപ്പുമാവും ഉണ്ടാവുക. പുതിയ സഭാ ആസ്ഥാനം കുറവിലങ്ങാടായിരിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സീറോ മലബാർ സഭയിലെ ആദ്യ പള്ളി എന്ന ചരിത്രം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കുറവിലങ്ങാട് പരിഗണിക്കുന്നത്. പുതിയതായി ഒരു സ്ഥാനീയ രൂപത ഉണ്ടാവുകയോ അതല്ല എങ്കിൽ നിലവിലെ കുറവിലങ്ങാട് ദേവാലയം ഉൾക്കൊള്ളുന്ന പാലാ രൂപത പേരുമാറ്റി അതിനെ സ്ഥാനീയ അധിപരെന്നുള്ള അധിക പദവിയും നൽകിയേക്കും. എന്തായാലും സീറോ മലബാർ സഭയിൽ കർദിനാൾ ആലഞ്ചേരി അതിശക്തമായി തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. എറണാകുളം വിമതരുടെ ഒരു വിഭാഗീയ പ്രവർത്തനവും കത്തോലിക്ക സഭയും മാർപ്പാപ്പയും അനുവദിക്കില്ല എന്ന് വ്യക്തം. എറണാകുളം അങ്കമാലി രൂപതയിലുള്ളവരെക്കാൾ വിശ്വാസ തീക്ഷ്ണതയിലും സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന കാര്യത്തിലും പാലാ രൂപതയും കുറവിലങ്ങാട് ഇടവകയും എന്നും മറ്റുള്ളവർക്ക് മാതൃകയാണ്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയം എന്ന പദവിയും കുറവിലങ്ങാട് ദേവാലയത്തിനാണ്. പരിശുദ്ധ ദൈവമാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും ഇവിടെയാണ്. മുത്തിയമ്മയുടെ രൂപത്തിലായിരുന്നു ഇടയ ബാലന്മാർക്ക് ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. കൂടാതെ അർക്കദിയാക്കോന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പകലോ മറ്റവും ഇവിടെ തന്നെയാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വത്തിക്കാനും കുറവിലങ്ങാട് പരിഗണിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം.